യുവരാജ്, ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ്. ഹിന്ദു വേട്ടയെ പറ്റിയുള്ള വാർത്തകൾ വരുന്നില്ലെന്ന് മാത്രമല്ല, BBC-യുടെ അതിക്രമങ്ങളെ പർവ്വതീകരിക്കുകയാണെന്ന പച്ചക്കള്ളം ഏറ്റുപിടിക്കുകയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ. ഇസ്ലാമിസ്റ്റുകളെ എതിർക്കുന്നവരെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് ഭീഷണിപ്പെടുത്തുകയും ജയിലിൽ അടക്കുകയുമാണ്. ഹിന്ദു വംശഹത്യ തന്നെയല്ലേ ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യമിടുന്നത്? ഞാൻ ആദ്യമായി തന്നെ അങ്ങേക്കും ജനൻ TV-ക്കും വലിയൊരു അഭിനന്ദനവും നന്ദിയും പറയുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ റേറ്റിങ്ങിൽ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തിനും 3-ാം സ്ഥാനത്തിനും ഒക്കെ മത്സരിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ഈ പറയുന്ന സോക്കോൾഡ് മാധ്യമങ്ങളും അവരുടേതായിട്ടുള്ള പത്രമുത്തശ്ശിമാരും പത്രമാധ്യമങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇവർക്ക് ഈ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം ഏതെങ്കിലും ഒരു പ്രദേശത്തെ, നമ്മുടെ രാജ്യത്തേതല്ലാത്ത ഒരു വിഷയം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹമാസിലെ ഭീകരവാദികളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരാക്രമിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന മാത്രമാണ് അവർക്കിവിടെ വലിയ വേദനയായിട്ട് മാറുന്നത്. ഈ പറയുന്ന ബംഗ്ലാദേശിലെ ഈ പറയുന്ന അതിക്രമങ്ങളാകട്ടെ, ഇതൊന്നും തന്നെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഒരു ചാനലെങ്കിലും മലയാളത്തിൽ അത് കാണാനും കേൾക്കാനും തയ്യാറായി എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമേ അങ്ങേക്കും ജനൻ TV-ക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുക. നന്ദി യുവരാജ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കൺസേൺ ശ്രീല പ്രഭുപാദർ ആരംഭിച്ചതാണ്. നൂറ്റാണ്ടിന് മുകളിൽ പഴക്കമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്. ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഭാരതത്തിലോ ഏഷ്യയിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ലോകമെമ്പാടും പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ US-ലാവട്ടെ, UK-ലാവട്ടെ, റഷ്യയിലാവട്ടെ, ലോകത്ത് നമുക്ക് പേരറിയാവുന്ന ഒട്ടുമുക്കാൽ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കയിലേക്കും ഒക്കെ തന്നെയും വലിയ രീതിയിലേക്ക് വളർന്നു കയറുവാൻ വേണ്ടിയിട്ട് ഇസ്കോണിന് സാധിച്ചിട്ടുണ്ട്. ഇത് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, വളരെ ശാന്തമായിട്ട് ഒരു തരത്തിലുള്ള ബഹളങ്ങൾക്കോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് കിടമത്സരത്തിനോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലോ പ്രവർത്തിക്കുന്ന ഒന്നല്ല. ഏതെങ്കിലും അടച്ചിട്ട മുറികളിൽ നിന്നുകൊണ്ട് ഗുപ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതുമല്ല. അവർ തെരുവീഥികളിലും എല്ലായിടത്തും ഭജന പാടിയും നൃത്തം ചെയ്തും മധുരം വിതരണം ചെയ്തും മന്ത്രം ജപിച്ചുമൊക്കെ, മഹാമന്ത്രം ജപിച്ചുമൊക്കെ അവരുടേതായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ബംഗ്ലാദേശിലെ തലപ്പത്തിരിക്കുന്ന ആൾ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ജയിലിൽ സന്ദർശിക്കാൻ പോയതിൻ്റെ പേരിൽ മറ്റൊരു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ സന്യാസി അദ്ദേഹത്തെ കൂടി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ബംഗ്ലാദേശിൽ ഈ പറയുന്ന സാഹചര്യങ്ങൾ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ലോകത്ത് ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജോർജ് സോറോസ് ഉൾപ്പെടെ, ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ചില ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് റൺ ചെയ്യുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ പപ്പറ്റായിട്ടുള്ള ആൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് സർവ്വജനാധിപത്യ മര്യാദകളെയും അട്ടിമറിച്ചുകൊണ്ട് കയറി വരുന്ന സമയത്ത് ഇവിടെ ആഘോഷം നടത്തിയ ഒരു മതേതര വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരുണ്ട്. ഇവിടെ ഡോട്ടഡ് അലയൻസ് ഉണ്ടല്ലോ, ഇന്ത്യ മുന്നണി, ആ മുന്നണിക്കകത്തുള്ള എല്ലാവരും തന്നെ ചേർന്നുകൊണ്ടായിരുന്നു. അതേ ഈ ഇവിടുത്തെ ചില കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കൾ പറഞ്ഞത്, നരേന്ദ്രമോദിക്കാണ് അടുത്ത ഷെയ്ഖ് ഹസീനയുടെ അവസ്ഥ വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ബൈഡനും കമലാ ഹാരിസും സോറോസും എല്ലാം കൂടെ ഞങ്ങളുടെ ഒരാളെ പിടിച്ച പ്രധാനമന്ത്രി കസേരയിൽ ഇതുപോലെ ഇരുത്തി തരും എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ അവർ സന്തോഷിച്ചത് എന്തിനാണ്? ഇതുപോലെ ഇത് പോട്ടെ, ഞാൻ ചോദിക്കുന്നത്, RSSകാരനെ എന്തെങ്കിലും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആഘോഷിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ രാഷ്ട്രീയമായ വിരോധം കൊണ്ട്, ഫ്രസ്ട്രേഷൻ കൊണ്ട് ചെയ്യുന്നതാണെന്ന്. ഇത് നമ്മുടെ സമൂഹത്തിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നൊരു സംഘടനയാണ് ഇസ്കോൺ എന്ന് പറയുന്നത്. അവർ ലോകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ട് അവർ തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്നോ അല്ലെങ്കിൽ അവർ ബോംബ് പൊട്ടാൻ പോയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തു എന്നുള്ള ആക്ഷേപമൊന്നും ആർക്കും തന്നെ ഇല്ല. അവരുടെ പേരിൽ അങ്ങനെ വയലൻസിനോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലോ തന്നെയുള്ള ഒരു ചാർജും ലോകത്ത് ഒരു ഭാഗത്തും തന്നെ ഇസ്കോണിനെതിരെ നിലനിൽക്കുന്നില്ല. മാത്രവുമല്ല, നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് സംസാരിച്ച അദ്ദേഹത്തിനെ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇസ്കോണിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. നമ്മുടെ തെക്കാടായിരുന്നു ഇസ്കോണിൻ്റെ ഇതുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിനെ പരിചയപ്പെടാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുൾപ്പെടെയുള്ള ആൾക്കാർ എല്ലാ കാലഘട്ടങ്ങളിലും രാഷ്ട്രീയത്തിൽ നിന്ന് പരിപൂർണമായി മാറി നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, പല ഹിന്ദു സന്യാസി മഠങ്ങളും ഏതെങ്കിലുമൊക്കെ തരത്തിൽ രാഷ്ട്രീയത്തിലോട്ട് ഇടപെടുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇസ്കോണിൻ്റെ ആൾക്കാരും തന്നെ
ഇതുവരെയും അങ്ങനെ ഒരു ശ്രമം പോലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, അവരേതെങ്കിലും ഒന്നിൻ്റെ ഭാഗമായി നിൽക്കാൻ ശ്രമിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ലോകത്ത് എല്ലായിടത്തും അവരങ്ങനെയാണ്. പക്ഷേ എന്നിട്ട് പോലും അവരാക്രമിക്കപ്പെടുമ്പോൾ നമ്മുടെ ഈ പറയുന്ന പ്രതിപക്ഷമാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള അവരെല്ലാവരും സ്റ്റൺ സൈലൻസ് ആണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന പലസ്തീന് വേണ്ടിയിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നവർ ഇസ്കോണിന് വേണ്ടിയിട്ട് തെരുവിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മടിക്കുന്നത്? അപ്പോൾ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി എന്നാണോ ഇവരെല്ലാവരും ധരിക്കുന്നത്? അത് അവിടെ നിന്നോട്ടെ, അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അത് അവരുടെ വശമാണ്, നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റം ഇളക്കി വിടുന്ന ഒരു വികാരം എന്ന് പറയുന്നത് അത് മറ്റു ചിലർക്ക്, അത് തീവ്ര ഇസ്ലാമിക വിഭാഗത്തിന് കൊടപിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണെന്ന് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ അതേ വീണ്ടും ഈ പറയുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാരിനെ അട്ടിമറിക്കുകയും അങ്ങനെ അട്ടിമറിച്ചതിന് ശേഷം അവരുടെ ഒരു പപ്പറ്റിനെ കൊണ്ടുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ടും ഈ തീവ്ര ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകൾക്ക് ഉള്ള കുടപിടിക്കലായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ വർത്തമാനകാലത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇത് ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ട, വർത്തമാനകാലത്തിൽ നിന്ന് നമുക്ക് കണ്ടുപഠിക്കാവുന്ന ഒന്നാണ്.